ഇന്ന് എനിക്ക് അങ്ങനെ ഇരുന്നപ്പം തോന്നി ഇച്ചിരി ക്യാരറ്റും ഉണ്ട്, അലുവ ഉണ്ടാക്കി കഴിക്കണമെന്ന്. പിന്നെ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ 5-6 ക്യാരറ്റ് ഇരുന്നു. അതിനെ എടുത്തുകൊണ്ടൊന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് കദ്ദുകസ് ചെയ്തെടുത്തു. കദ്ദുകസ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും പാല്, അതായത് ഒന്ന് വെന്ത് വരാൻ ഞാൻ കുറച്ച് പാലൊഴിച്ച് അതങ്ങ് ചൂടാക്കാൻ വെച്ചു. നല്ല തിളച്ച് വന്നപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി, നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാല് ഇടയ്ക്ക് പിരിഞ്ഞു പോകും. ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് ഒന്ന് ഇളക്കി ആ പാലെല്ലാം നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. തീ കുറച്ചിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ ഒന്ന് പാലെല്ലാം വറ്റി വന്നപ്പോഴത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി. ആ നെയ്യ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ കുറച്ച് കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആ നേരം കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഒത്തിരി നന്നായിട്ട് പൊടിച്ചില്ല, ചെറുതായിട്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇടാം. പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം കപ്പലണ്ടി ഇടുന്നതാണ് ഇഷ്ടം. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്ന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പലണ്ടി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. സംഗതി ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലെല്ലാം വറ്റി വരണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ തന്നെ ആ ചൂടോടെ തന്നെ ഇരുന്ന് കുറച്ചങ്ങ് കഴിച്ചു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്.